തൃശൂരിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് റിമാൻഡിൽ തുടരവെ മരണപ്പെട്ട സംഭവം മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. മരണപ്പെട്ട രേഷ് ബാബുവിന്റെ കുടുംബത്തെ കമ്മീഷണർ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. കുടുംബത്തിന്റെ പരാതി വിശദമായി പോലീസ് കേൾക്കും. സാരംഗ് ചേരുന്നു. സാരംഗ്, വിശദാംശങ്ങൾ. ഷമ്മി, കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത്. അത് 15 ദിവസത്തിനുള്ളിൽ ജയിൽ വകുപ്പ് മേധാവിയും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ഈ കമ്മീഷന്റെ ആവശ്യം. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രേഷ് ബാബുവിന്റെ കുടുംബത്തെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ വിളിപ്പിച്ചിരിക്കുന്നത്. വിശദമായിട്ടുള്ള വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് ഈ കുടുംബത്തെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബം ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. ഈ ദേഹത്തേറ്റ പാടുകൾ, മുറിവ് ഏറ്റതുപോലുള്ള പാടുകൾ, അതെങ്ങനെ വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് അതിന്റെ മാനസിക വെല്ലുവിളി നേരിടുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടും അല്ലെങ്കിൽ പോലീസിന് കാണിച്ചു കൊടുത്തിട്ടും ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ പോലീസ് ഈ കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ അദ്ദേഹത്തെ നേരെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്നതിന് പകരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കായിരുന്നു മാറ്റേണ്ടിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് തേടും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.